ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. അപ്പോൾ ബീഫ് ഫ്രൈക്ക് ഞാൻ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ബീഫ് കുക്കറിൽ വേവിക്കുന്ന സമയത്ത് വെന്ത് നല്ല ഒടിഞ്ഞു പോകരുത്, കാരണം ഇതൊന്നുകൂടി നമുക്ക് വേവിച്ചിട്ടെടുക്കാനുള്ളതാണ്. അപ്പോൾ പാകത്തിന് വേഗം വേണം. അപ്പോൾ ആ ഒരു രീതിയിലെടുക്കുക. ഇപ്പോൾ ബീഫ് ഞാൻ കറക്റ്റ് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം ഞാൻ ഒന്ന് വറ്റിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇനി വേവിച്ച ബീഫിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂണ് വിനാഗിരി ചേർക്കുന്നുണ്ട്. ഇതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഇത് ബീഫിലോട്ട് നമുക്ക് പുരട്ടി വെക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ബോൺലെസ് ബീഫും എടുക്കാം. നമ്മൾ ഈ പേസ്റ്റ് ഇതിലോട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ ബീഫിലോട്ട് നല്ല മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബീഫ് കറക്റ്റ് പാകത്തിനാണ് വെന്തിട്ടുള്ളത്. നമുക്കിതൊന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അധികം വെന്ത് കുഴഞ്ഞു പോകരുത്. അപ്പോൾ വേവും വേണം, പക്ഷേ കറക്റ്റ് പാകത്തിന് തന്നെ എടുക്കുക. ഇനി നമുക്കിത് അരമണിക്കൂർ ഒന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഒരു കടായിലോട്ട് ഞാൻ കോക്കനട്ട് ഓയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂണ് വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറി ലീവ്സും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കരുത്, കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ട് ഇങ്ങനെ മൊരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയത്. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുത്തിട്ട് ഇതൊന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലോട്ട് ചേർത്തിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ മൊരിച്ചിട്ട് എടുക്കണം. അപ്പോൾ മസാലയൊക്കെ ബീഫിൽ പിടിക്കത്തക്ക രീതിയിൽ നേരിയ തീയിലിട്ടിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തതിനനുസരിച്ച് നിങ്ങൾക്ക് എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇനി ആവശ്യമുള്ള സമയത്ത് നമുക്ക് കുറച്ച് എണ്ണ അങ്ങനെ ഒഴിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ബീഫ് നല്ലോണം ഒന്ന് എണ്ണയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് മൊരിച്ചിട്ടെടുക്കുക. ഇപ്പം നമ്മളെ ബീഫ് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. നമ്മളെ മസാലയൊക്കെ ബീഫിൽ നല്ല പിടിച്ച് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കറി ലീവ്സും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ കൂടെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണിത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.